ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് പൂരിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് എന്താ പറയുക ഗോതമ്പ് പൊടിയും അതുപോലെ കുറച്ച് മൈദപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാൻ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് ആണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ വെറും മൈദപ്പൊടി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ആദ്യം എന്താ ചെയ്യട്ടെ, കുഴച്ചെടുക്കട്ടെ കേട്ടോ. വെള്ളം ഉപ്പും ഒക്കെ ചേർത്തിട്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കട്ടോ. എന്താ ജീരകമോ അതുപോലെ എള്ള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ജീരകം ഉണ്ട്, പക്ഷേ ഞാനൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. നമ്മൾ പാത്തുവിന് അതൊന്നും പറ്റില്ല. ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ പൂരിക്കുള്ളത് ഇവിടെ കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് അപ്പുറത്തെ നമ്മളെ ഗ്യാസിൽ സബ്ജിക്കുള്ള കിഴങ്ങുണ്ടല്ലോ, അത് വേവിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ ആകുന്ന സമയം കൊണ്ട് നമുക്കത് കുഴച്ചെടുക്കാം. പിന്നെ അത് പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് അത് ചൂടാറിക്കോളും. അപ്പം അങ്ങനെ ഓരോരോ ടൈമിങ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ രാവിലത്തെ പണികളൊക്കെ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? നമ്മൾ ഇന്നലെയൊക്കെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മളിതാ ഇങ്ങനെ കാണുന്ന ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. നമ്മൾ ഈ ഐക്കാർഡിലായിട്ട് നമുക്ക് അതൊക്കെ കേട്ടോ, ഐക്കാർഡിലായിട്ട് നമുക്ക് ഒരു വീഡിയോൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്കൊരു 4 വീഡിയോ ഒക്കെ ചേർക്കാം കേട്ടോ. ഞാൻ പൊതുവെ 2 വീഡിയോസാണ് ചേർക്കാറ്. ഞാൻ പൊതുവെ 2 വീഡിയോസാണ് ചേർക്കാറ്. അപ്പോൾ ഈ 2 വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് കുഴച്ചെടുക്കട്ടെ. എന്താ അറിയില്ല കേട്ടോ, കയ്യിന് ഈ ഭാഗം ഭയങ്കരമായിട്ട് വേദനയുണ്ട് കേട്ടോ. എന്താ പറ്റിയതാന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ അറിയില്ല, ഭയങ്കര വേദന ഉണ്ട്. ഞാനത് കുഴച്ചെടുത്ത് പരത്തട്ടെ കേട്ടോ. അതാ ഇവിടെ നമ്മൾ പൂരിക്കുള്ളതും ഇവിടെ നമ്മൾ മസാലയ്ക്ക് ഉള്ളതും അതായത് നമ്മൾ സബ്ജിക്കുള്ളതും കൂടെ സെറ്റാക്കുകയാണ് കേട്ടോ. രണ്ടും ഒരേ സമയത്ത് ആവശ്യത്തില്ല. പൂരിയാവാൻ പണിയില്ല കേട്ടോ. അതല്ലേ നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടണ്ടേ, നേരം വൈകേണ്ട കയറിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ആക്കി കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ഉണ്ടാക്കാത്തൊരു ചുരുക്കേക്കാറല്ലേ. ഓക്കെ സെറ്റ്. എന്നോട് ചൂടായി ഇരിക്കുകയാണ് കേട്ടോ. ഞാനിതൊന്നിട്ട് മിക്സ് ആക്കിയിട്ട് ഭൂരിമൊക്കെ നിൽക്കാതിരിക്കാണ്. ഓക്കെ, ഇതങ്ങനെ ലോ ഫ്ലെയിമിൽ കടന്നുള്ളി വാടരുത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്കിതാ പൂരി പൊരിച്ചെടുക്കാം കേട്ടോ. എന്നാൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. മൈദയും അതുപോലെ ഗോതമ്പ് പൊടിയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. വെറും ഗോതമ്പ് പൊടി ആകുമ്പോൾ എനിക്ക് വലിയൊരു താല്പര്യം അതിനോടില്ല കേട്ടോ. ഞാൻ മിക്സ് ആക്കിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ആക്കി എടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ചാടിച്ചാനായിട്ട് സബ്ജി നമ്മൾ സ്കൂളിട്ട് വന്നേ ചായയുടെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ ഇതാ ബാക്കിയുള്ള പണി എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇത് മീനാണ് കേട്ടോ. അത് മീനുമോൾക്ക് ഇഷ്ടമാവും, അപ്പോൾ അത് ഫ്രൈ ആക്കി കൊടുക്കുക. പിന്നെ ഇതാ ബീട്രൂട്ട് കേട്ടോ, ബീട്രൂട്ട് ഉപ്പേരി ആക്കുന്നുണ്ട്. ചോറ് വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ചോറിനുള്ള അരി കഴുകട്ടെ കേട്ടോ. മീനിപ്പോൾ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടോ, അത് ലാസ്റ്റ്. പിന്നീട് അങ്ങോട്ടുള്ളതൊന്നും നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. കാരണം
മിന്നുവിൻ്റെ കയ്യിലായിരുന്നു ഫോണ്, ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുത്തി വെച്ചിട്ടായിരുന്നു. പിന്നെ ഓള് പഠിക്കുകയായിരുന്നു. അങ്ങനെ ആ തിരക്ക് കൂടിയൊക്കെ പോയിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങളൊന്നും കാണാതെ പോയത്. പിന്നെ എന്താ നമ്മൾ ചോറായി, പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ച് സമയം നമ്മൾ നാളത്തേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നാളെ നമുക്ക് സ്കൂളിൽ ഓണ പ്രോഗ്രാമാണ്. ഓണത്തിൻ്റെ പ്രോഗ്രാമും സ്കൂള് പൂട്ടൊക്കെ ഉണ്ടോ. അപ്പോൾ ഓണത്തിൻ്റെ പ്രോഗ്രാമിന് മിന്നൂസിനൊരു സെറ്റ് സാരിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള പണിയാണ് കേട്ടോ. അതിന് നമുക്ക് പ്രത്യേകിച്ച് വീഡിയോസ് കാര്യങ്ങൾ എടുക്കാനായിട്ട് ഫോൺ കിട്ടിയില്ല എന്ന് പറയുന്ന കാരണം അതാണ് കേട്ടോ. നമുക്ക് ഫോണ് സ്വിച്ച് ഓഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് ചാർജിൽ വെച്ച് അങ്ങനെ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ചാർജൊക്കെ ആയപ്പോൾ നമ്മൾ ഫോൺ എടുത്താണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കിടക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ അടുത്ത ദിവസം എന്ന് പറയുന്നത് നമ്മൾ ഓണത്തിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.